ജില്ലാ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന 4ാമത് മൂന്നാർ പുഷ്പമേളയ്ക്ക് തുടക്കമായി. ആദ്യ ദിനത്തിൽ 6000 പേരാണ് പുഷ്പമേള കണ്ടു മടങ്ങിയത്. ഈ മാസം 10 വരെ ദേവികുളം റോഡിലുള്ള വിനോദസഞ്ചാര വകുപ്പിന്റെ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് പുഷ്പമേള നടക്കുന്നത്. മൂന്നാറിന്റെ തനത് പൂക്കൾക്കൊപ്പം വിദേശ ഇനങ്ങൾ ഉൾപ്പെടെ പുതിയ 400-ലധികം തരത്തിലുള്ള പൂക്കളും ചെടികളുമാണ് മേളയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. തെക്കിന്റെ കാശ്മീർ കാണാനെത്തുന്നവരെ കാത്ത് പൂക്കളുടെ വർണ്ണക്കാഴ്ചകളും ഒരുങ്ങുകയാണ്. DTPCക്ക് കീഴിലുള്ള ദേവികുളം റോഡിലെ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് 10 ദിവസങ്ങളിലായി പുഷ്പമേള നടക്കുന്നത്. മൂന്നാറിന്റെ തനത് പൂക്കൾക്കൊപ്പം വിദേശീയങ്ങൾ ഉൾപ്പെടെ പുതിയ 400-ലധികം തരത്തിലുള്ള പൂക്കളും ചെടികളുമാണ് മേളയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അസീലിയ, റോസ്, ഓർക്കിഡ്, ആന്തൂറിയം എന്നിവ ഇത്തവണത്തെ മേളയുടെ പ്രത്യേകതയാണ്. അവധിക്കാലത്ത് മൂന്നാറിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുഷ്പമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. 1 ലക്ഷത്തിലധികം ചെടികളാണ് ബൊട്ടാണിക്കൽ ഗാർഡനിലുള്ളത്. എല്ലാ ദിവസവും വൈകിട്ട് 6 മുതൽ 9 വരെ വ്യത്യസ്തങ്ങളായ കലാപരിപാടികളും ഉണ്ടായിരിക്കും. മിനി റിവർ സൈഡ് ബീച്ച്, മ്യൂസിക്കൽ ഫൗണ്ടൻ, സെൽഫി പോയിന്റ്, വിവിധതരം സ്റ്റാളുകൾ, ഭക്ഷണശാലകൾ, അലങ്കാര ദീപങ്ങൾ എന്നിവയും പുഷ്പമേളയുടെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട്. മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് പ്രവേശന നിരക്ക്. രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ് പ്രദർശനം. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.